ഭഗവത്ഗീത സ്വാധ്യായം ചെയ്യാൻ വേണ്ടി ഈ ഭക്തിസാന്ദ്രമായ സായം സന്ധ്യയിൽ ശാന്തിപദത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ കണ്ടത് കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ആരംഭിക്കുന്ന പശ്ചാത്തലമാണ്. ഇരു സൈന്യങ്ങളും ഇരുവശത്തും അണിനിരന്ന സൈന്യങ്ങളെ കാണാൻ ഔത്സുക്യത്തോടുകൂടി സേനയെ കാണണം എന്ന് പറഞ്ഞ് ഇരുപക്ഷത്തുള്ള സേനയെ കാണണമെന്ന് അർജുനൻ ഭഗവാനോട് ആവശ്യപ്പെട്ട് ഭഗവാൻ ഇരു സേനയുടെയും മധ്യത്തിൽ നിർത്തിയ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്നലെ നമ്മൾ കണ്ടത്. അപ്പം അതിനു മുമ്പ് ഈ ഇരു സൈന്യങ്ങളും അവരുടേതായ രണകാഹളം മുഴക്കിയത് നമ്മൾ ഓർക്കണം. ആദ്യമായി കുരുവൃദ്ധ പിതാമഹൻ ഭീഷ്മാചാര്യർ പൗണ്ഡ്രം ദദ്മോ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ശംഖം വിളിച്ചു. അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. അതിനുശേഷം അർജുനൻ ദേവദത്തമായ ശംഖം മുഴക്കി. പാണ്ഡവന്മാർ ഓരോരുത്തരായി അവരുടെ ശംഖം മുഴക്കി. പാണ്ഡവപക്ഷത്ത് അണിനിരന്ന എല്ലാ രാജാക്കന്മാരുടെയും അവരുടേതായ ശംഖം മുഴക്കി. ഒരുമിച്ച് ആ സമയത്ത് യുദ്ധകാഹളവും മുഴങ്ങി. യുദ്ധകാഹളം എന്ന് പറഞ്ഞാൽ പെരുമ്പറകൾ, തുമോലം തുടങ്ങിയ സംഗീത ഉപകരണങ്ങൾ കൂടി യുദ്ധക്കളത്തിൽ മുഴങ്ങുകയുണ്ടായി. ആ അത്യുച്ചത്തിൽ മുഴങ്ങുന്ന ശംഖനാദവും അത്യുച്ചത്തിൽ മുഴങ്ങുന്ന ഈ രണകാഹളവും കേട്ട് ധൃതരാഷ്ട്ര കൗരവന്മാർ അല്പം ഭയചകിതമായി എന്നാണ് പറയുന്നത്. അത് കണ്ടപ്പോൾ അർജുനന് വളരെ പെട്ടെന്ന് വർദ്ധിത വീര്യത്തോടുകൂടി കയ്യിൽ ആയുധവുമേന്തി കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, സേനയോരുഭയോർ മധ്യേ സ്ഥാപയാഹ. ആ വർദ്ധിത വീര്യം കൈവന്ന അർജുനനെ നമ്മളിപ്പോൾ കാണണം. യുദ്ധത്തിന് മുമ്പ് ഈ കാഹളമൊക്കെ മുഴങ്ങി ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്നും കൗരവന്മാരെ പൂർണ്ണമായി പരാജയപ്പെടുത്താൻ കഴിയും എന്നുള്ള സ്ഥിതി വന്നതിന് ശേഷം വർദ്ധിത വീര്യത്തോടുകൂടി അർജുനൻ ആയുധം കയ്യിലെടുക്കുകയാണ്. ആ അർജുനനാണ് തന്റെ തേരാളിയായ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, യുദ്ധം രണ്ട് സൈന്യത്തിന്റെയും മധ്യത്തിൽ നിർത്തുക എന്ന് പറഞ്ഞപ്പോ സൈന്യത്തിന്റെ ഇരു മധ്യത്തിലുമായി ഭഗവാൻ കൃഷ്ണൻ തേര് നിർത്തി. എന്നിട്ട് പറഞ്ഞു, സേനയോരുഭയോർ മധ്യേ സ്ഥാപയത്വാ രഥോത്തമം. ഈ സേനകളുടെയും രണ്ടിന്റെയും മധ്യത്തിൽ ഉത്തമമായ തേര് നിർത്തിയിട്ട് ഭഗവാൻ പറഞ്ഞു, കണ്ടോളൂ ആരൊക്കെയാണുള്ളത്. ഭീഷ്മദ്രോണ പ്രമുഖതാ സർവേശാശ്ച മഹീക്ഷിതാഃ ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേദാ കുരൂനിധി. ഭഗവാൻ പറഞ്ഞതായി സഞ്ജയൻ പറയുകയാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനോട്. ഈ സമയത്ത് ഭഗവാൻ പറഞ്ഞു, സർവേശാം മഹീക്ഷിതാം, ഈ യുദ്ധരംഗത്ത് അണിനിരുന്ന എല്ലാ രാജാക്കന്മാരെയും പശ്യൈത, നോക്കിയാലും കണ്ടാലും അർജുന എന്ന് പറഞ്ഞതുകൊണ്ട് ഈ സമവേതായു കുരുനിധി, ഈ കുരുക്ഷേത്ര ഭൂമിയിൽ യുദ്ധം ചെയ്യാനായി ആഗ്രഹിച്ചു വന്ന ഉത്സുകരായ ആളുകളെ, ഇരുപക്ഷത്തുമുള്ള ആളുകളെ കണ്ടാലും എന്ന് പറഞ്ഞ് സൈന്യത്തിന്റെ മധ്യത്തിൽ നിർത്തി. അവിടെ കണ്ടത് തസ്യ പശ്യത് സ്ഥിതാൻ പാർത്ഥ പിതॄനദ പിതാമഹൻ ആചാര്യൻ മാതുലാൻ ഭ്രാതാൻ പുത്രാൻ പൗത്രാൻ സഖീം തഥാ ശിശുരാൻ സുഹൃദൈശ്ചൈവ സേനയോരുഭയോരപി. ശ്രദ്ധിക്കണം ഈ ശ്ലോകം. ആ യുദ്ധക്കളത്തിൽ അർജുനൻ കണ്ടത് ആരെയാണ്? തത്ര പശ്യത്, അർജുനൻ കണ്ടു. പശ്യത് കണ്ടു. സ്ഥിതാൻ പാർത്ഥ, അവിടെ ചെയ്തിരുന്ന ആളുകളെ പാർത്ഥൻ കണ്ടു. ആരൊക്കെയാണ്? പിതൃനഥ, പിതൃക്കന്മാരെ, അച്ഛന്മാരെ. പിതാമഹനെ. ആചാര്യാൻ, മാതൃലാൻ ഭ്രാതാൻ, പുത്രാൻ പൗത്രാൻ സഖീം തഥാഹ ശിശുരാൻ സുഹൃദൈശ്ചൈവ സേനയോരുഭയോരപി. എവിടെയാണ് കണ്ടത്? സേനയോരുഭയോരപി. നമ്മൾ ആദ്യം കണ്ടത് അർജുനൻ കാണാൻ ആഗ്രഹിച്ചത് ആരൊക്കെയാണ്? യുദ്ധത്തിന് മറുപക്ഷത്ത് ദുര്യോധന പക്ഷത്ത് ആരൊക്കെയാണ്? ഈ കശ്മലന്മാരായ ദുര്യോധന്മാരുടെ കൂട്ടത്തിൽ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആരൊക്കെയാണ് വന്നത് എന്ന് ആദ്യം പറഞ്ഞു. അത് കേട്ടപ്പോ ഭഗവാൻ കൊണ്ട് നിർത്തിയത് ഇരുപക്ഷത്തിന്റെയും മധ്യത്തിലാണ്. അതുകൊണ്ട് സേനയോരുഭയോരപി, ഈ രണ്ട് സേനയിലുള്ള ആളുകളെയാണ് അർജുനൻ കണ്ടത്. ആരൊക്കെയാ കണ്ടത്? പിതൃനഥ, പിതൃക്കളെ. പിതാമഹനെ. ആചാര്യന്മാരെ. മാതുലാൻ, അമ്മാവന്മാരെ. ഭ്രാതൃ, സഹോദരന്മാരെ. പുത്രാൻ, പുത്രന്മാരെ. പൗത്രാൻ,
പുത്രന്മാരുടെ മക്കളെ, പൗത്രന്മാരെ, സഖീം സഖികളെ, സുഹൃത്തുക്കളെ, ശുശുരാൻ, സുഹൃദൈശ്ചൈവ, ഇവരെയൊക്കെയാണ് കണ്ടത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ഗീത പഠിക്കുന്ന ആളുകളെ, അർജുനൻ കണ്ടത് പിതൃഘ്നത, പിതാക്കന്മാരെയാണ്. പ്ലൂരലാണ്, ബഹുവചനമാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അർജുനന്റെ പിതാവെന്നല്ലേ ഉള്ളൂ, പാണ്ഡുവിന്റെ പുത്രന്റെ, പാണ്ഡുവിന്റെ പുത്രനാണല്ലോ. പിതാമഹ സിംഗുലർ, ആചാര്യാൻ അത് പ്ലൂരൽ, മാതുലാൻ അമ്മാവന്മാർ, അമ്മാവന്മാർ, ഭ്രാതൃ സഹോദരന്മാർ, പുത്രാൻ പുത്രന്മാർ, പൗത്രാൻ പുത്രന്മാരുടെ പുത്രന്മാർ, സഖീം സുഹൃത്തുക്കൾ, സഖികൾ, സഖാക്കൾ, ശുശുരാൻ ശുശുരന്മാർ, പിന്നെ സുഹൃത്തുക്കൾ, ഇവരെയൊക്കെയാണ് കണ്ടത്. എന്തിനാണ് ഇത് പ്ലൂറൽ ബഹുവചനത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്? ഇവിടെ കണ്ടത് അർജുനന്റെ സ്വന്തം ബന്ധുക്കളെ മാത്രമല്ല, ഇവിടെ കണ്ടത് ഈ യുദ്ധസന്നിഹിതരായി ഇവിടെ വന്ന എല്ലാ ആളുകളുടെയും പിതാക്കന്മാരും, പിന്നെ മാതുലന്മാരും, ആചാര്യന്മാരും, സുഹൃത്തുക്കളും ഒക്കെയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും ബന്ധുക്കൾ എന്ന രീതിയിലാണ് ഇവിടെ പ്ലൂറൽ ബഹുവചനം പ്രയോഗിച്ചിട്ടുള്ളത്. ഒന്നൊഴിച്ച് പിതാമഹൻ ഒന്നേ ഉള്ളൂ, അത് ഭീഷ്മാചാര്യർ. അത് കണ്ടപ്പോൾ സേനയോരുഭയോ, രണ്ട് പക്ഷത്തുള്ള ആളുകളെ കണ്ടു. അതാണ് സേനയോരുഭയോർ അഭി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് കണ്ടപ്പോഴോ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദം ഇതമബ്രവീത്. ഈ സമയത്ത് എന്റെ പക്ഷത്തും മറുപക്ഷത്തുമുള്ള ആളുകളെ കണ്ടപ്പോഴാണ് അർജുനന് വിഷാദമുണ്ടായത്. ഈ അധ്യായത്തിന്റെ പേര് തന്നെ അർജുന വിഷാദയുഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ യുദ്ധത്തിന്റെ ആയുധവുമായി ഉത്തേജ സ്വഭാവത്തോടു കൂടി എണീറ്റ് കൃഷ്ണ നമുക്ക് പോകാം എന്ന് പറയുന്ന അർജുനനെയാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇപ്പോൾ കണ്ടത് ഈ ബന്ധുക്കളെയും മറ്റൊക്കെ കണ്ടതിന് ശേഷം അർജുനൻ വന്ന മാറ്റം. അതാണ് അർജുന വിഷാദയോഗം എന്ന 1-ാം അധ്യായത്തിന്റെ ഉള്ളടക്കം. താൻ സമീക്ഷ സ കൗന്ദേയ, ഇത് ഇവരെ കണ്ടപ്പോൾ കൗന്ദേയന് സർവാൻ ബന്ധൂനവസ്ഥിതാൻ, അപ്പുറം ഇപ്പുറം ഉള്ളത് ബന്ധുക്കളാണ്. ആ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദൻ ഇതമബ്രവീത്. ഇത് കണ്ടപ്പോ കൃപാകുലനായി, സഹതാപത്തോടുകൂടി, വേദനയോടുകൂടി, ദയയോടുകൂടി ഭഗവാനോട് വിഷീദം ഇതം അബ്രവീത്. അവിടെയാണ് അർജുനന്റെ ആദ്യത്തെ വിഷാദം. അർജുനൻ ഭഗവാനോട് പറയാണ്, ദൃഷ്ട്വേമാം സ്വജനം കൃഷ്ണ, ഞാൻ കണ്ടു കൃഷ്ണ. ആരെ? സ്വജനങ്ങളെ. യുയുത്സും സമുപസ്ഥിതം, യുയുത്സും യുദ്ധം ചെയ്യാനായി എന്റെ അടുത്ത് വന്ന എന്റെ സ്വജനങ്ങളെ ഞാൻ കണ്ടു കൃഷ്ണ. സീദന്തി മമ ഗാത്രാണി മുഖശ്ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. അർജുനന്റെ ചിന്താഗതിയിലും അർജുനനിൽ വന്ന മാറ്റങ്ങളും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അർജുന വിഷാദയോഗം എന്ന അധ്യായത്തിന്റെ അർജുനന്റെ വിഷാദം ഇവിടെ ആരംഭിക്കുകയാണ്. ദൃഷ്ട്വേമാം സ്വജനം കൃഷ്ണ, കൃഷ്ണ ഞാൻ എന്റെ സ്വജനങ്ങളെ കണ്ടു. യുദ്ധത്തിനായി യുദ്ധമാഗ്രഹമുണ്ട്, യുദ്ധസന്നിഹിതരായി വന്ന എന്റെ സ്വജനങ്ങളെ കണ്ടു കൃഷ്ണ. അത് കണ്ടപ്പോൾ എനിക്ക് എന്താണ് ഉണ്ടാകുന്നത്? സീദന്തി മമ ഗാത്രാണി, എന്റെ ശരീരം വിയർക്കുകയാണ്. മുഖശ്ച പരിശുഷ്യതി, എന്റെ മുഖം വരളുന്നു. വേപതുസ്ത ശരീരേ മേ രോമഹർഷശ്ച ജായതേ, എന്റെ ശരീരം വിറയൽ കൊള്ളുകയാണ്, എന്റെ രോമകൂപങ്ങളാകെ രോമഹർഷം ഉണ്ടാവുകയാണ്. ഇത് ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു സാഹചര്യത്തിൽ ആർക്കും വരാവുന്ന ശാരീരികമായ മാറ്റമാണ്. ഇങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ വരുമ്പോൾ ആർക്കും വരാം. ആർക്കാണ് ശരീരത്തിന് മാറ്റം ഉണ്ടാകുന്നത്? ശരീരം വിയർക്കും, മുഖം വരളും, തൊണ്ടവരളും. ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ആണ് അർജുനൻ പറയുന്നത്, സീലന്തി മമ ഗാത്രാണി മുഖശ്ച പരിശുഷ്യതി വേപതുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ, എന്റെ ശരീരം വിറകൊള്ളുകയാണ് കൃഷ്ണ. പിന്നെ ഗാണ്ഡീവം സംസൃതേ ഹസ്താത്, കൃഷ്ണ എന്റെ ഗാണ്ഡീവം എന്റെ കയ്യിൽ നിന്ന് വഴുതി പോകുന്നു. ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം, ഒരു അർജുനനെ സംബന്ധിച്ചിടത്തോളം ഗാണ്ഡീവം ജീവന തുല്യമാണ്. ആ ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതി പോവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയാനകമാണ്. ഗാണ്ഡീവം സംസൃതേ ഹസ്താത് ത്വക്ചൈവ പരിദുഹ്യതി, എന്റെ ശരീരം, എന്റെ ത്വക്ക് മുഴുവനും ചുരുളുകയാണ്, എന്റെ ശരീരം എരിയുകയാണ്,
ാണ് പറയാറില്ലേ, എനിക്ക് ആകെ വിയർക്കുന്നു, എന്റെ ശരീരമാകെ പുകയുന്നു എന്ന് പറയുന്നില്ലേ, ആ ഒരു അവസ്ഥ അർജുനനുമുണ്ടായി. ത്വച്ചൈവ പരിദഹ്യതേ ന ശക്തോമവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. എനിക്ക് ഈ സിറ്റുവേഷൻ, എനിക്ക് ഈ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിയുന്നില്ല കൃഷ്ണ, എന്റെ ബുദ്ധി ഭ്രമിക്കുകയാണ്. ഭ്രമതീവ ച മേ മന, എന്റെ മനസ്സും ഭ്രമിക്കുകയാണ്. ആ ഒരു അവസ്ഥയിലാണ് അർജുനൻ എത്തിയിട്ടുള്ളത്. പിന്നെ ഒന്നുകൂടി പറയുന്നുണ്ട്, നിമിത്താനി ച പശ്യന്തി വിപരീതാനി ച കേശവ. അർജുന, കൃഷ്ണ, എനിക്ക് വിപരീതമായ നിമിത്തങ്ങളാണ് കാണുന്നത്. ഈ യുദ്ധത്തിൽ ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് വിപരീതമായ നിമിത്തങ്ങളാണ് ഞാനിപ്പോ കാണുന്നത്. അത് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, ന കാക്ഷേ വിജയം കൃഷ്ണ, കൃഷ്ണ, ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല. ന രാജ്യം സുഖാനി ച കിം നോ ഗോവിന്ദ രാജ്യേന കിം ഭോഗൈർ ജീവിതേന വാ. ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ സ്വാഭാവികമായും നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ട എന്ന ഒരു തീരുമാനത്തിൽ എത്തിയാൽ ആ കാര്യം, ആ കർമ്മം ചെയ്യാതിരിക്കാനുള്ള ന്യായീകരണം സ്വാഭാവികമായും ഉണ്ടാകും. ആ രീതിയിലാണ് പറയുന്നത്. നകാംക്ഷേ വിജയം കൃഷ്ണ, യുദ്ധം ചെയ്യാനായി വന്ന അർജുനാണ് പറയുന്നത്, കൃഷ്ണ നകാംക്ഷേ വിജയം, ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല. എനിക്ക് രാജ്യം സുഖാനിജ, എനിക്ക് രാജ്യവും വേണ്ട, രാജ്യസുഖവും വേണ്ട. കിം നോ ഗോവിന്ദ രാജ്യേന, എന്താണ് ഗോവിന്ദ, എന്താണ് കൃഷ്ണ ഈ രാജ്യം കിട്ടിയിട്ട് കാര്യം? കിം ഭോഗൈർ ജീവിതേനവ, ഇങ്ങനെ ഈ സുഖഭോഗങ്ങൾ, രാജ്യഭോഗങ്ങൾ കിട്ടിയിട്ട് അതിനെ കൊണ്ട് എന്താണ് കാര്യം ഭഗവാനെ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴാണ് യുദ്ധത്തിൽ വന്നപ്പോൾ ഒരു തത്വശാസ്ത്രം വന്നത്. ഈ യുദ്ധം മുന്നോട്ട് പോകാൻ മാനസികമായി തയ്യാറില്ലാത്ത സമയത്താണ് ഈ തത്വശാസ്ത്രം അർജുനന്റെ മനസ്സിൽ വരുന്നത്. എന്ത് ചെയ്യാനാ, എനിക്ക് ഇതെല്ലാം കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് അർജുനന്റെ മനസ്സിൽ, അർജുനന്റെ വിഷാദത്തിന്റെ ഭാഗമായി വരികയാണ് ഈ ചിന്താഗതി. യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗസുഖാനി ച ഇത ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. ഇവിടെ വന്നവരൊക്കെയാണ് ഞാൻ കണ്ടത്. യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗസുഖാനി ച ഇമേവ സ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച. ഇവിടെ വന്നവരാരും തന്നെ രാജ്യം ലഭിക്കാൻ വേണ്ടി വന്നവരല്ല. ഇതൊക്കെ ത്യജിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ സന്നിഹിതരായി വന്നവരാണ്. രാജ്യവും പ്രശ്നമില്ല, ഞങ്ങളുടെ പക്ഷത്തുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും മറുപക്ഷത്തും രാജ്യസുഖവും എല്ലാ ധനങ്ങളും പരിത്യജിച്ചുകൊണ്ട് വന്നവരാണ്. ഇവിടെ ആരൊക്കെയാണ് പിന്നീട് കണ്ടത്? ആ വന്ന കൂട്ടത്തിൽ ആചാര്യ പിതര പുത്ര തഥൈവ ച പിതാമഹ മാതുലാ ശുശുരാ പൗത്ര സ്യാല സംബന്ധി സസ്ഥിത. എല്ലാ രാജ്യസുഭവങ്ങളും ധനങ്ങളും ഉപേക്ഷിച്ച് വന്നവർ ആരൊക്കെയാണ്? നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം തന്നെയാണ്. ആചാര്യാഹ, ആചാര്യന്മാർ, പിതരാ, പിതൃക്കൾ, പിതാക്കന്മാർ, പുത്രാഹ, പുത്രന്മാർ, ഇതൊക്കെ ബഹുവചനത്തിലാണ്. പുത്രന്മാർ, തഥൈവ ച പിതാമഹ, സിംഗുലർ, അതുപോലെ തന്നെ പിതാമഹനും, മാതുലാഹ, മാതുലന്മാർ, ശുശുരാ പൗത്രാഹ സംബന്ധിന സ്ഥിത, ശ്യാലന്മാർ, ബ്രദറിലോ, അവരൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവരെല്ലാവരും ഞങ്ങൾക്ക് യേഷാമർത്ഥേ, നേരത്തെ പറഞ്ഞതുപോലെ ഈ അർത്ഥങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. ഞാൻ ഈ യുദ്ധം ചെയ്തിട്ട്, എനിക്ക് യുദ്ധം ചെയ്താൽ അതിന്റെ ഭോഗങ്ങൾ, അതിന്റെ ഗുണഭോഗങ്ങൾ ആർക്കാണ് കിട്ടുക? യുദ്ധം ജയിച്ചാൽ ഞാൻ യുദ്ധം ജയിക്കും, എനിക്ക് യുദ്ധം ജയിച്ചാൽ അതിനുള്ള സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കുന്നത് എൻ്റെ ബന്ധുക്കളുമായിരിക്കും. ആർക്കൊക്കെ വേണ്ടിയാണോ ഞാൻ യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളത് അവരൊക്കെ എല്ലാം ത്യജിച്ചുകൊണ്ട്, സുഖങ്ങളും വേണ്ട, ഭോഗങ്ങളും വേണ്ട, ധനങ്ങളും വേണ്ട, പദവികളും വേണ്ട എന്ന് ത്യജിച്ചു കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് ഇച്ഛാമി ജ്ഞതോപി മധുസൂദന അഭി ത്രൈലോക്യ രാജ്യസ്യ ഹതോ കിം മഹീപതേ ഇച്ഛാമി, എന്തായാലും ഞാൻ ഇവരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. ഖഗ്നോപി മധുസൂദന, അവര് വന്നിട്ടുള്ളത് ചിലപ്പോൾ എന്നെ കൊല്ലാൻ വേണ്ടിയായിരിക്കും. യുദ്ധത്തിൽ അത് സംഭവിക്കല്ലോ. അതുകൊണ്ട് ഖഗ്നോപി മധുസൂദന, എന്നെ ഖദിക്കാൻ വേണ്ടി വന്നവർ ആണ് എങ്കിൽ പോലും അഭി ത്രൈലോക്യ രാജ്യസ്യ ഹതോ കിം नु മഹീകൃതേ, എനിക്ക് ഈ രാജ്യമല്ല, ഈ 3 ലോകങ്ങളും, ഭൂമിയും സ്വർഗവും പാതാളവും അടക്കമുള്ള ത്രിലോകങ്ങൾ എനിക്ക് ലഭിച്ചാൽ പോലും
ഞാൻ ഈ യുദ്ധത്തിന് തയ്യാറില്ല എന്നാണ് അർജുനൻ പറയുന്നത്. ഈ സന്നിഹിതരായവർ എന്നെ കൊല്ലാണ്ടി വന്നവരാണെങ്കിലും അവരെ കൊന്നിട്ട് എനിക്ക് 3 ലോകങ്ങൾ കൈവന്നാലും ഞാൻ തയ്യാറില്ല എന്ന്, ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറില്ല എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അർജുനൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള പല ന്യായീകരണങ്ങളും അർജുനന്റെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അർജുനന്റെ ഈ ചിന്താഗതികൾ. അതാണ് അർജുന വിഷാദയോഗം. ആ അർജുനന്റെ വിഷാദയോഗം, അർജുനന്റെ വിഷാദം, അർജുനന്റെ മാനസിക വ്യാപാരങ്ങൾ, അർജുനന്റെ ശാരീരിക വ്യതിയാനങ്ങൾ, അർജുനന്റെ ചിന്താഗതികൾ, അർജുനന്റെ തത്വശാസ്ത്രപരമായ ചിന്താഗതികൾ അർജുന വിഷാദയോഗത്തിൽ പ്രതിപാദിക്കുന്നത് അടുത്ത ശ്ലോകത്തിലൂടെ വിവരിക്കുകയാണ്. അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. ഞാൻ ഇപ്പോൾ ഇവിടെ നിർത്തുന്നു. നന്ദി, നന്ദി, നന്ദി.